അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പലരും നോമ്പുകാരാണ്. മുഹറം 10ന്റെ പകൽ, അത് പരിശുദ്ധമായ ഒരുപാട് നന്മയുടെ, ഒരുപാട് റഹ്മത്തിന്റെ മാലാഖമാർ പറന്നിറങ്ങുന്ന ഈ അസുലഭമായ മുഹൂർത്തത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നവരാണ് അഹ്ലു ബൈത്ത്, പ്രവാചകന്മാർ, മുൻഗാമികൾ, അള്ളാഹുവിൻ റസൂലിന്റെ കുടുംബം. എന്നാൽ മുത്തനബി തങ്ങളുടെ പേരക്കിടാവാകുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്, കർബല യുദ്ധ ചരിത്രം. വിശാലമായി പറയാൻ നമുക്ക് കഴിയില്ല. അതിന്റെ പ്രധാന ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ മനസ്സിലാക്കാം. കഥനങ്ങൾ തീരാത്ത, കണ്ണുനീർ തോരാത്ത കഥയൊന്ന് വിവരിക്കട്ടെ, കർബല കഥയൊന്ന് വിവരിക്കട്ടെ. ഇസ്ലാമിൽ ഇരുളിന്റെ കരിമുകിൽ വീഴ്ത്തിയ ഇതിഹാസമോതിടട്ടെ, കർബല ഇശലായി കോർത്തിടട്ടെ. ചരിത്രത്തിൽ ഇതുപോലെ ഒരു യുദ്ധമോ ഇതുപോലെ ഒരു സംഭവങ്ങളോ നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം വിശാലമാണ് കർബല യുദ്ധ ചരിത്രത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിലായി, ഉമർ തങ്ങൾ ഭരണത്തിൽ വന്നു. അവസാനം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണത്തിലായി. അലിയാർ തങ്ങളുടെ രണ്ട് മക്കളാണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിഷം കൂട്ടപ്പെട്ട വെള്ളം കുടിച്ചിട്ടാണ് മഹാനുഭാവനെ കൊന്നുകളഞ്ഞത്. ആ ചരിത്രം നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക മുഹറം 10 വഫാത്തായ ഷഹീദായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. കൂഫ എന്ന് പറയുന്ന രാജ്യം, അവിടെ രാജ്യം ഭരിക്കുന്നത് മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മകനായ യസീദ് ബിൻ മുആവിയ ബിൻ യസീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. യസീദ് ബിൻ മുആവിയ എന്ന ഭരണാധികാരിയാണ്. ക്രൂരനായ യസീദാണ് രാജ്യം ഭരിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരക്കിടാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ധാരാളം കത്തുകൾ വരാൻ തുടങ്ങി. മഹാനവറുകളെ, ഇവിടുത്തെ ഭരണം ശരിയല്ല, നിങ്ങൾ കടന്നു വരണം, നിങ്ങൾ ഇവിടെ ഭരിക്കണം, നിങ്ങളിവിടെ ഗവർണറാകണം, നിങ്ങൾ അധികാരിയാകണം, ഞങ്ങൾ ഇസ്ലാമിന്റെ ആ തേജസ്സിലേക്ക്, ഇസ്ലാമിന്റെ ഭരണത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമെന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കത്തുകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ചാരത്തേക്ക് വന്നു. കഅബ ഷരീഫിന്റെ ചാരത്ത് വന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്ത ഒരു ചരിത്രം പരിശുദ്ധമായ ഇസ്ലാമിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. പടച്ചവനെ, പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് മഹാനുഭാവൻ ദുആ ചെയ്തത്. അല്ലാഹുവേ, ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കടന്നു വരുന്ന സമയമാണ് ദുൽഹിജ്ജ. ഈ മാസത്തിൽ എനിക്ക് ഇവിടെ നിൽക്കാനാണ് ആഗ്രഹം, പക്ഷേ കഴിയുന്നില്ല, എന്റെ സാഹചര്യം പ്രതികൂലമാണ്, ഞാനിതാ കൂഫയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൂഫ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമായ കൂഫയിലേക്ക് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഭാര്യയും മക്കളും കുടുംബവും കുറെ പരിവാരങ്ങളുമായി യാത്ര തിരിക്കുന്നു എന്നാണ് ചരിത്രം. അങ്ങനെ കുറെ സഞ്ചരിച്ച് ഒരു മരുഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മരുഭൂമിയിൽ ടെന്റ് കെട്ടിയപ്പോൾ അവരുടെ തൊട്ടുഭാഗത്ത് മറ്റൊരു ടെന്റ് കാണാൻ കഴിഞ്ഞു. അതൊരു കച്ചവടക്കാരാണെന്ന് മനസ്സിലായി. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് കണ്ടപ്പോൾ അതിലൊരാൾ വിളിച്ചു പറഞ്ഞു, ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ യാത്രയുടെ അമീർ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ചോദിച്ചു, ഹുസൈൻ തങ്ങളല്ലേ? ഹുസൈൻ തങ്ങൾ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, അതെ, ഞാൻ ഹുസൈൻ തങ്ങളാണ്. ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൂഫയിലേക്ക് പോവാണ്, അവിടെ ക്ഷണമുണ്ട്, അവിടെ ഇസ്ലാമിക ഭരണം കാഴ്ചവെക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഉടൻ തന്നെ ആ യാത്രയുടെ നേതാവ് പറഞ്ഞു, തങ്ങളെ, ഞങ്ങൾ കൂഫയിൽ നിന്നാണ് വരുന്നത്. ഹുസൈൻ തങ്ങൾ ആവേശത്തോടെ, അതിലേക്കാൾ ഉത്കണ്ഠയോടെ ചോദിച്ചു, അവിടെ എന്താണ് നടക്കുക? സുബ്ഹാനല്ലാഹ്, ആ യാത്രക്കാരൻ പറഞ്ഞു കൊടുത്ത സംഭവം എന്താണെന്നറിയോ? എത്രയും ബഹുമാനപ്പെട്ട പ്രിയമുത്താറ്റൽ പേരക്കിടാങ്ങളെ, എന്തെന്നാൽ ചൊല്ലുന്നു വാർത്തകൾ നേരിത് ളുൽമത്ത് കൂഫയിലേ. എത്രയും ബഹുമാനപ്പെട്ട പ്രിയമുത്താറ്റൽ പേരക്കിടാങ്ങളെ, എന്തെന്നാൽ ചൊല്ലുന്നു വാർത്തകൾ നേരിത് ളുൽമത്ത് കൂഫയിലേ.
മുസ്ലിമിനെയും അവർ വധിച്ചിട്ടുണ്ട്. കൂട്ടാളിയാം ഹാനി ഉമ്മദ അതിലുണ്ട്. ഉറ്റവരുടയവർ എല്ലാരും കത്തിലുണ്ട്. വല്ലാത്ത ചതിയന്മാരാ അവരെന്നും കാടത്തമുള്ളവരാം. എന്നാലും മുത്താറ്റൽ തങ്ങളെ നിങ്ങളൊരിക്കലും പോകല്ലേ കൂഫയിലേ. ആ യാത്രയുടെ നേതാവ് പറഞ്ഞു, തങ്ങളെ ഒരു കാരണവശാലും പോകല്, അവർ ചതിയന്മാരാണ്. ഇത് കേട്ടപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പരിശുദ്ധമായ മദീനയിൽ നിന്ന് മക്കയുടെ പ്രദേശത്ത് നിന്ന് ഒരാൾ പോയി മുസ്ലിം റളിയല്ലാഹു അൻഹു പോയിട്ടുണ്ടല്ലോ, ആ മനുഷ്യന്റെ അവസ്ഥ എന്താ? പറഞ്ഞു, അവർ കൊന്നുകളഞ്ഞു. ചോദിച്ചു, കൂടെ പോയ 2 മക്കൾ എവിടെ? 2 പേരെയും കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്. ദൂതനായി പോയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതുമായി പോയ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെയും തന്റെ 2 മക്കളെയും കൊന്നു എന്നറിഞ്ഞപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടുകയാണ് ടെന്റിനകത്തേക്ക്. എന്നിട്ട് തന്റെ ചോരക്കിടാവിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുട്ടി എനിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് മുസ്ലിം റളിയല്ലാഹുവിന്റെ മക്കൾ എനിക്ക്. അതുകൊണ്ട് സ്വന്തം മക്കളെ കൊലക്ക് കൊടുത്തിട്ട് എന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ഞാൻ മാളത്തിനകത്തിരിക്കാൻ ഞാൻ ഭീരുവല്ല, ഞാൻ മുത്ത് റസൂലുള്ളാഹിന്റെ പേരക്കിടാവാണ്, ധീരനായ അലിയാര് തങ്ങളുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു സഞ്ചരിച്ചു എന്നാണ് കൂഫയിലേക്ക്. ചതിയാണെന്നറിയാം, വഞ്ചനയാണെന്നറിയാം, എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയി. പ്രിയമുള്ളവരെ, അവരിങ്ങനെ സഞ്ചരിച്ച് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു നദിക്കരയിലെത്തി. മുഹറം 1 ദുൽഹിജ്ജ മാസത്തിലാണ് സഞ്ചരിക്കുക. മാസങ്ങൾ താണ്ടി, ദിവസങ്ങൾ താണ്ടി, മുഹറമിന്റെ സുന്ദരമായ നിമിഷത്തിൽ, മുഹറം മാസത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘം ഒരു നദിക്കരയിൽ സഞ്ചരിച്ചെത്തി. ഹുസൈൻ തങ്ങൾ ഒട്ടകമാണ് മുന്നേ പോവുക. ഒരു സ്ഥലം എത്തിയപ്പോ ഒട്ടകം ചലിക്കുന്നില്ല, മുട്ടുകുത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചാടിയിറങ്ങി നോക്കിയപ്പോ ഒട്ടകം ചലിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഒട്ടകം ചലിക്കാതെ വന്നപ്പോ മഹാൻ തന്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കിഴിയെടുക്കുകയാണ്. ഒരു പിടി മണ്ണാണ് ആ കിഴിക്കകത്തുള്ളത്. ആ മണ്ണെടുക്കുകയും തറയിൽ നിന്ന് ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചു നോക്കി. രണ്ടും ഒരേ മണ്ണാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉടൻ തന്നെ തന്റെ കൊച്ചാപ്പയാകുന്ന പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു, അബ്ബാസ് തങ്ങളെ, ഈ മണ്ണുകൾക്ക് എന്താ വ്യത്യാസം? അബ്ബാസ് തങ്ങൾ പറഞ്ഞു, വ്യത്യാസമില്ല, രണ്ടും ഒന്നാണ്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് കാര്യം? ഉടൻ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ്. വാപ്പയ്ക്ക് കൊടുത്തു, വല്ലുപ്പക്ക് കൊടുത്തു, മുത്തനബി തങ്ങൾക്ക് കൊടുത്തു, നബി തങ്ങൾ അലിയാർ തങ്ങൾക്ക് കൊടുത്തു, അലിയാർ തങ്ങൾ ഹസൻ തങ്ങൾക്ക് കൊടുത്തു, ഹസൻ തങ്ങൾ എന്റെ കരങ്ങളിലേക്ക് തന്നു. ഈ 2 മണ്ണും എവിടെയാണോ ഒരുമിക്കുന്നത്, ഒരേ തരത്തിലുള്ള മണ്ണ് എവിടെയാണോ കണ്ടുമുട്ടുന്നത്, അവിടെ കർബ്, ബലാ, അവിടെ വിഷമമാണ്, അവിടെ പ്രയാസമാണ്, അവിടെ യുദ്ധമാണ്, അവിടെ അഹ്ലു ബൈത്ത് അസ്തമിക്കപ്പെടും, അവിടെ അഹ്ലു ബൈത്തിനെ നശിപ്പിക്കപ്പെടും, സ്ത്രീകളെ ഒരുപാട് പീഡിപ്പിക്കപ്പെടും, ആക്രമിക്കപ്പെടും എന്നെന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സൂചന കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അവിടെ ടെന്റടിച്ചു. കൂഫക്കാർ തന്നെ പ്രതീക്ഷിച്ച് സ്വീകരിക്കാൻ വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. കൂഫക്കാർ വന്നില്ല. കൂഫക്കാർ ആരെങ്കിലും മുസ്ലിമിനെ സഹായിച്ചാൽ യസീദ് എന്ന് പറയുന്ന ദുഷ്ടനായ ഭരണാധികാരി കൊന്നുകളയുമെന്ന് പേടിച്ച് കൂഫയിൽ ഒരൊറ്റ വിശ്വാസി പോലും ഹുസൈൻ തങ്ങൾ വന്നു എന്ന് അറിഞ്ഞിട്ട് പോലും വരാൻ കഴിഞ്ഞില്ല. എന്റെ സുബ്ഹാനല്ലാഹ്, ഹുസൈൻ തങ്ങളും കുടുംബവും കൊണ്ടുവന്ന ഭക്ഷണം തീർന്നു. ആ ഭാഗത്തേക്ക് ആരും കടന്നു വരുന്നില്ല. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത സങ്കടമായി, വല്ലാത്ത നൊമ്പരമായി. കുറെ കഴിഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ യസീദിന്റെ പട്ടാളം കടന്നു വന്നു. യസീദിന്റെ പട്ടാളം കടന്നു വന്നിട്ട് ചോദിച്ചു അത്രേ, അള്ളാന്റെ റസൂലിന്റെ പേരക്കിടാവണമെന്ന് എനിക്കറിയാം, നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ യസീദിന്റെ പട്ടാളക്കാരനാ, എനിക്ക് ഇവർ പറയുന്നതേ കേൾക്കാൻ പറ്റൂ. അതുകൊണ്ട് ഹുസൈൻ തങ്ങളെ, നിങ്ങൾ മടങ്ങിപ്പോകണം. കൂഫയിലേക്ക് നിങ്ങൾ വരരുത്. നിങ്ങൾ എവിടെ നിന്നാണോ വന്നത്, മക്കയിൽ നിന്നാണോ മദീനയിൽ നിന്നാണോ, അവിടേക്ക് മടങ്ങിപ്പോകിൻ. ഇവിടെ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. ഇവിടെ ദുഷ്ടനായ ഭരണാധികാരിയാണ് രാജ്യം ഭരിക്കുക. ഞാൻ അവന്റെ പട്ടാളക്കാരനാ, നിങ്ങളോട് സ്നേഹം കടപ്പാടുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മടങ്ങിപ്പോവുക. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ മടങ്ങൂല. അംറം എന്ന് പറയുന്ന പട്ടാളക്കാരൻ പറഞ്ഞു, തങ്ങളെ, എങ്കിൽ നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവൂല. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരണം ഭയപ്പെടുത്തി നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട, കൊല്ലുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട. കാരണം എന്തെന്നറിയോ, ഭരണം കൊതിച്ചിട്ടല്ല ഞാൻ വന്നത്, മരണം കൊതിച്ചിട്ടാണ് ഞാൻ വന്നത്. സുബ്ഹാനല്ലാഹ്. അലിയാർ തങ്ങളുടെ മകനായ ഹുസൈൻ തങ്ങളുടെ മറുപടിയാണ്. എന്താ പറഞ്ഞെന്നറിയോ, ഭരണം കൊതിച്ചിട്ട് വന്നിട്ടില്ല ഞാനേ, ഭരണം മയന്നിട്ട് മടങ്ങുന്നില്ല ഞാനേ, ദുനിയാ
ദുനിയാവിൽ വന്നോർക്ക് ഏകുന്നു റഹ്മാന് മൗത്തതുമെന്നെന്നും കൂടെയുണ്ട് കോനേ. മഹാനായ ഹുസൈൻ തങ്ങൾ പറഞ്ഞു, ഏ പട്ടാളക്കാരാ, മരണം കാണിച്ചെന്നെ ഭയപ്പെടുത്തണ്ട. മരണം ആഗ്രഹിച്ച് വന്നതല്ല, മരണം ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഹുസൈന് മടക്കമില്ല, നിങ്ങൾ എന്നെ കൊന്നാൽ ശരി തന്നെ. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹുസൈൻ തങ്ങൾ പറഞ്ഞു, മടങ്ങിപ്പോകാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഈ ദുഷ്ടഭരണം ഇവിടെ അവസാനിപ്പിക്കണം, യസീദിന്റെ ഈ ദുഷ്ടഭരണം അവസാനിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, പറ്റൂല, അതിവിടെ നടപടിയാവൂല. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഹുസൈൻ തങ്ങൾ മടങ്ങൂല എന്നറിഞ്ഞപ്പോ യസീദിന്റെ ആയിരക്കണക്കിന് പട്ടാളക്കാർ സുബ്ഹാനല്ലാഹ് യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദീതീരത്താണ് ഒട്ടകം മുട്ടുകുത്തിയത്, ആ നദീതീരത്തേക്ക് കടന്നു വന്നു. ആയിരക്കണക്കിന് പട്ടാളക്കാർ കടന്നു വന്നു. യസീദിന്റെ കിങ്കരന്മാർ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് എടുക്കാൻ പാടില്ല, എടുത്താൽ കൊന്നുകളഞ്ഞേക്കുക. സുബ്ഹാനല്ലാഹ്. കുറെ ദിവസം മുന്നോട്ട് പോയി. അവസാനം കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ട സ്വഹാബി മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പ്രതിവ്യനാകുന്ന അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു, ഹുസൈൻ തങ്ങളെ, നിങ്ങൾ പെർമിഷൻ തരണം, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, വെള്ളം കിട്ടാതെ കുട്ടികൾ വിഷമിക്കല്ലേ, ഭാര്യമാര് വിഷമിക്കല്ലേ, അതുകൊണ്ട് ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പെർമിഷൻ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. 50 തോൾ സഞ്ചിയുമായി 50 അംഗ സംഘം, 50 പേരടങ്ങുന്ന സംഘം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധമായ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദീതീരത്തേക്ക് പോവുകയാണ്. ചരിത്രത്തിൽ കാണാം, 50 പേരെയും യസീദിന്റെ കിങ്കരന്മാർ കൊന്നുകളഞ്ഞു. യസീദിന്റെ പട്ടാളക്കാർ, സിയാദ് എന്ന മന്ത്രിയുടെ പട്ടാളക്കാർ കൊന്നുകളഞ്ഞു, ദുഷ്ടവാന്മാർ കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അബ്ബാസ് തങ്ങൾ വീണില്ല. അബ്ബാസ് തങ്ങൾ ശരീരത്തിൽ കാണാം, അബ്ബാസ് തങ്ങളുടെ ശരീരത്തിൽ ധാരാളം അമ്പുകൾ തളച്ചു, എന്നിട്ടും വീണില്ല. അവസാന സുബ്ഹാനല്ലാഹ് വെള്ളവുമായി ടെന്റിന്റെ അടുത്തെത്തിയപ്പോ ഒരു അമ്പ് വന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആലയുടെ കണ്ണ് തുളച്ചു. വെള്ളവുമായി അബ്ബാസ് റളിയല്ലാഹു തആല നിലത്ത് വീണു എന്നാണ്. വെള്ളം ടെന്റിലെത്തിക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. ഹുസൈൻ തങ്ങൾ മയ്യിത്തുകളെല്ലാം ശേഖരിച്ചു, കൊണ്ടുവന്ന് കബറടക്കി. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മഹാനായ സൈനുൽ ആബ്ദീൻ തങ്ങൾ, അതായത് ഹുസൈൻ തങ്ങളുടെ മൂത്ത മകൻ പനി പിടിച്ച് കിടക്കാൻ. മൂത്ത മകൻ പനി പിടിച്ച് കിടക്കുമ്പോൾ രണ്ടാമത്തെ മകൻ അലി അക്ബർ എന്ന് പറയുന്ന മകനുണ്ട്. രണ്ടാമത്തെ മകൻ കുതിരപ്പുറത്തിരിക്കുകയാണ്. ദുൽദുൽ കുതിരയുടെ മുകളിൽ, അലിയാര് തങ്ങളുടെ കുതിരയാകുന്ന ദുൽദുൽ കുതിരയുടെ മുകളിൽ വാളുമായി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മയാകുന്ന ഷെഹർബാൻ എന്ന് പറയുന്ന ഹുസൈൻ തങ്ങളുടെ ഭാര്യയാകുന്ന ഈ അലി അക്ബർ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എനിക്ക് പെർമിഷൻ തരണം, ഞാൻ പോകാം. ചരിത്രത്തിൽ കാണാം, 18 വയസ്സുകാരനായ പൊന്നുമോൻ ഉമ്മയോട് മരണത്തിനൊക്കെ പോകാൻ അനുവാദം ചോദിച്ചു. ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഹുസൈൻ തങ്ങൾ പറഞ്ഞു, പെണ്ണെ, നീ അനുവാദം കൊടുക്ക്, അള്ളാന്റെ തീരുമാനം എന്താണോ അങ്ങനെ തന്നെ നടക്കട്ടെ. 18 വയസ്സുകാരനായ അലി അക്ബർ റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ കുതിരയെ മിന്നൽ വേഗത്തിലേക്ക് യസീദിന്റെ ആ കിങ്കരന്മാരുടെ പട്ടാളത്തിന്റെ അടുക്കേറ്റി ചെന്നു. അവർ പറഞ്ഞു, മോനെ, നീ എന്തറിഞ്ഞിട്ടാ വരണേ, കൊന്നുകളയും, നീ വെള്ളം എടുക്കാൻ പാടില്ല. ഉടൻ തന്നെ അലി അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്, പട്ടാളക്കാരെ, നിങ്ങൾക്ക് എന്നെ പരിചയം കാണൂല, ഈ ഇരിക്കുന്ന കുതിര നിങ്ങൾക്കറിയില്ലേ, ബദറും മുഹദും ഹന്തക്കും കീഴടക്കിയ എന്റെ വല്ലുപ്പന്റെ എന്റെ കുതിരയാണ്. ഈ വാള് നിങ്ങൾക്കറിയില്ലേ, ദുൽദുൽ കുതിരയും ദുൽഫുക്കാർ വാളുമാണെന്ന് പറഞ്ഞ മഹാനായ അലി അക്ബർ റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, മഹാനായ അലി അക്ബർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മുഹറം 1 മുതൽ 9 വരെ പട്ടിണിയാണ്, ഒന്നും കഴിച്ചിരുന്നില്ല. മഹാനുഭാവർ 82 പേരെ കൊന്നുകളഞ്ഞു. പട്ടാളക്കാരെ ഒറ്റയ്ക്ക് 82 പേര് പട്ടാളക്കാരെ കൊന്നുകളഞ്ഞു. വല്ലാതെ ദാഹിക്കുന്നു അലി അക്ബർ, വല്ലാതെ ദാഹിക്കുന്നു, ഒന്നും കുടിക്കാനില്ല. ഉറക്കെ വിളിച്ച്, വാപ്പാ, എനിക്ക് ദാഹിക്കുന്നു. 34 വയസ്സുള്ള ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ടെന്നിന്റെ മുന്നിൽ വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന, നിലവിളിക്കുന്ന മകന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു. തളരുന്ന അലി അക്ബർ റളിയല്ലാഹുവിനെ കണ്ടപ്പോ ഹുസൈൻ തങ്ങൾ പറഞ്ഞു, നീ ഇങ്ങ് പോര് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അലിയാരി തങ്ങളുടെ മകനാകുന്ന ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാകുന്ന അലി അക്ബർ തങ്ങൾ തിരിച്ചു മടങ്ങി വന്നു. വാപ്പാ, എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, ഒരിറ്റ് വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ ഹുസൈൻ തങ്ങൾ കരഞ്ഞു. ഒരു തുള്ളി വെള്ളമില്ല. എന്തിനു വേണ്ടിയാ? പരിശുദ്ധമായ ദീനിന് വേണ്ടി. വിശന്ന് വലഞ്ഞ് ദാഹിച്ച പരവശനായ മകന് കൊടുക്കാൻ വെള്ളമില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു തആല ഒരു മോതിരെടുത്ത് എന്റെ പ്രിയമുള്ളവരെ ആ മോന്റെ നാവിനടിയിൽ വെച്ചു കൊടുത്തിട്ട് സുബ്ഹാനല്ലാഹ് മകന് വേണ്ടി ദുആ ചെയ്തു. ദാഹം തീരും വരെ അല്ലാഹുവേ, എന്റെ പൊന്നുമോന് ദാഹം തീർക്കണേ എന്ന് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ സമയത്ത് പട്ടാളത്തിൽപ്പെട്ട ഒരാള് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചോദിച്ചു, ഹുസൈനെ, വെള്ളം വേണോ? നിങ്ങൾക്ക് വെള്ളം ആവശ്യം? നിങ്ങളെ വെള്ളം ഇല്ല. ഞങ്ങളെ വെള്ളമുണ്ട്, പക്ഷെ
ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, പടച്ചോനെ ആ വെള്ളത്തിന്റെ പവർ, വെള്ളത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയിച്ചു കൊടുക്കുക. മനുഷ്യന് ദാഹം കൊടുത്തു അല്ലാഹ്. വെള്ളം കുടിച്ചു, തീരണില്ല. കുടിച്ച് വയറ് പൊട്ടിയ മനുഷ്യ ആ സമയത്ത് മരിച്ചത് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു. അതാണ് അഹ്ലു ബൈത്തിന്റെ പ്രാർത്ഥന. ചരിത്രം വിശാലമാണ്, വിശദീകരിക്കുന്നില്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അങ്ങനെ മഹാനായ അലി അക്ബർ റളിയല്ലാഹു അൻഹു വീണ്ടും യുദ്ധത്തിലേക്ക് കടന്നുപോയി. സുബ്ഹാനല്ലാഹ്, ശത്രുക്കളാ ചെറുപ്പക്കാരനായ അലിയാര് തങ്ങളുടെ മകനായ ഹുസൈൻ തങ്ങളുടെ പൊന്നുമോനെ അലി അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. ചരിത്രത്തിൽ കാണാം, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെയെല്ലാം പട്ടാളക്കാർ കൊന്നുകളഞ്ഞു. അവസാനം മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അത്രേ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ മക്കളെയെല്ലാം വാരിക്കൊണ്ടുവന്ന് കബറടക്കി. സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രിയമുള്ളവരെ, അലിയാര് തങ്ങളുടെ പൊന്നുമകനാകുന്ന ഹുസൈൻ റളിയല്ലാഹു തആല പടച്ചട്ട എടുത്തണിഞ്ഞു. മുഹറം 10 രാവിലെ, മുഹറം 9 അന്ന് വൈകുന്നേരം മഹാനായ ഹുസൈൻ റളിയല്ലാഹു ടെന്റിലിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആരെയെന്നറിയോ? ആദരവായ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വപ്നം കണ്ടപ്പോൾ അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ താടിയിൽ എന്താണ് രക്തത്തിന്റെ പാട്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിന്റെ താടിയിൽ എന്താ രക്തത്തിന്റെ പാട്? മഹാനായ മുത്തുനബി തങ്ങൾ ചോദിച്ചു, മോനെ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യാം, അതല്ല നിനക്ക് നിന്റെ വല്യുപ്പാന്റെ അടുത്തേക്ക് വരണമെങ്കിൽ ധൈര്യമായി പോരാടിക്കോ എന്ന് ഹുസൈൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഞെട്ടിയുണർന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പടച്ചട്ട എടുത്തണിഞ്ഞു. സുബ്ഹാനല്ലാഹ്, മുഹറം 10 സുബഹി നമസ്കരിച്ചു. അത് അവസാനത്തെ സുബഹിയായിരുന്നു. ചരിത്രത്തിൽ കാണാം, ഹുസൈൻ റളിയല്ലാഹു അൻഹു പടച്ചട്ട എണിഞ്ഞ് എന്നിട്ട് യുദ്ധത്തിനിറങ്ങിയപ്പോൾ ഷെഹർബാൻ എന്ന് പറയുന്ന ഭാര്യ ചോദിച്ചു അത്രേ, ഞങ്ങൾക്ക് ആരാണുള്ളത്? ഭർത്താവേ, നിങ്ങൾ പോയാ വരില്ലെന്ന് ഉറപ്പാ, ഞങ്ങൾക്ക് ആരാണുള്ളത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളുണ്ട് നിങ്ങൾക്ക്, അത് രാജാതിരാജനായ പടച്ച തമ്പുരാൻ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആര് കൈവിട്ടാലും, ആര് തള്ളിപ്പറഞ്ഞാലും ഷെഹർബാനെ അല്ല കൈവിടൂല, അത് നീ ചേർത്തു പിടിച്ചോ എന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പടച്ചട്ടയറിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. മറുഭാഗത്ത് 1000-ഓളം വരുന്ന സംഘങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ 100 കണക്കിന് കത്തയച്ചിട്ടാ ഞാൻ വന്നത്, പക്ഷെ നിങ്ങൾ എന്നെ ചതിച്ചു, നിങ്ങൾ എന്നെ വഞ്ചിച്ചു, നാളെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് നടന്നു നീങ്ങിയപ്പോ ചീറി വരുന്ന അമ്പുകൾ സ്വന്തം ശരീരത്തിലേക്ക് ഏൽക്കാൻ തുടങ്ങി. 200-ൽ പരം അമ്പുകൾ മുത്ത് റസൂലുള്ളാഹിന്റെ പേരക്കിടാവാകുന്ന ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു പതിച്ചു എന്നാണ് ഹുസൈൻ തങ്ങൾ ചിന്തിച്ചു, പടച്ചോനെ എന്തായാലും മരിക്കും, പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്ത് വേണം? ആ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കുടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കുതിരയാകുന്ന ദുൽദുൽ കുതിരയെ ചീറിപ്പായിച്ചു. സുബ്ഹാനല്ലാഹ്, കുതിര നദിയിലേക്ക് പാഞ്ഞപ്പോ ആ പട്ടാളക്കാരുടെ നേതാവ് വിളിച്ചു പറഞ്ഞു, സഹോദരങ്ങളെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു എങ്ങാനും ആ നദീതീരത്ത് പോയി യൂഫ്രട്ടീസിന്റെ വെള്ളം ഒരു കവിള് കുടിച്ച പിന്നെ പിടിച്ചാ കിട്ടൂല, പിന്നെ നമ്മുടെ തലയായിരിക്കും നിലത്ത് വീഴുക, കുടിക്കാൻ അനുവദിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഒരമ്പ് മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ നെറ്റിയിലേക്ക് ശത്രു പെയ്തു. പിടലി തല തുളച്ച് പുറത്തേക്ക് വന്നു എന്നാണ് ചരിത്രം. സുബ്ഹാനല്ലാഹ്, മുഹറം 10 എന്നാണ് ഈ ചരിത്രം നടക്കുക. കർബല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുക. സുബ്ഹാനല്ലാഹ്, രക്തം ഇങ്ങനെ കവിളിലൂടെ ഒഴുകി താടിയിൽ വന്നു. അതാണ് നബി തങ്ങൾ തലേ ദിവസം ചോദിച്ചത്, മോനെ നിന്റെ താടിയെല്ലിൽ എന്താണ് ചോരത്തിന്റെ പാട് എന്ന് ചോദിച്ചതിന് കാരണം ഇതാണെന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ പടച്ചവനെ, ഈ രക്തപ്പാടുമായി എനിക്ക് എന്റെ വല്യുപ്പാനെ കണ്ടുമുട്ടണം, എനിക്ക് വെള്ളം കുടിക്കണ്ട, വെള്ളം കുടിച്ച് എന്റെ പ്രതിഫലം ഞാൻ കളയണ്ട, ഈ ഷഹാദത്ത് പട്ടിണിയായിട്ട് തന്നെ ആയിരിക്കട്ടെ, വെള്ളം കുടിക്കാതെ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നിലത്ത് വീണു എന്നാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല നിലത്ത് വീണപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ ഹുസൈൻ റളിയല്ലാഹു ഇരുന്ന കുതിരയുണ്ടല്ലോ, ദുൽദുൽ കുതിര, അതിനും പരിക്കുകളേറ്റു. വേച്ച് ടെന്റിലേക്ക് വന്നപ്പോ ഷെഹർബാൻ ചോദിച്ചു അത്രേ, ഏ ദുൽദുൽ കുതിരെ ചെവിയിൽ പിടിച്ച് ചോദിച്ചു, എന്റെ ഭർത്താവ് എവിടെ? എത്രയോ യുദ്ധത്തിൽ അലിയാര് തങ്ങളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, എന്റെ ഭർത്താവിനെ സുരക്ഷിതമായി കൊണ്ടുവരാൻ കഴിയാത്ത എന്താണെന്ന് ചോദിച്ചപ്പോ സങ്കടത്തോടെ ആ കുതിര ചീറി ആ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദീതീരത്തേക്ക് ചാടി എന്നാണ് ചരിത്രം മനസ്സിലാക്കി തരിക. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഹുസൈൻ തങ്ങളുടെ ശരീരത്തിലേക്ക് ശത്രുക്കൾ കയറിയിരുന്നപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ, ഇന്ന് ഏതാണ് ദിവസം? ശത്രുക്കൾ പറഞ്ഞു, ഇത് മുഹറം 10 വെള്ളിയാഴ്ച, മാറി നിക്കടാ, എനിക്ക് ജുമാ നമസ്കരിക്കണം. മഹാനായ
ഹുസൈൻ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയ ശത്രുക്കൾ ചോദിച്ചു, എടാ നിനക്ക് നമസ്കരിക്കണോ ഹുസൈൻ, ഞങ്ങളെ നിസ്കരിക്കണോ, വെള്ളം വേണമായിരിക്കും അല്ലേ ഒളു കൊടുക്കാൻ? പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട, മണ്ണ് മതി, ഞാൻ തയമ്മും ചെയ്ത് നമസ്കരിക്കാം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയുടെ മണ്ണിൽ ചോര ഇറ്റിറ്റ് വീണപ്പോഴും മണ്ണ് കൊണ്ട് തയമ്മും ചെയ്ത് നമസ്കാരം നിർവഹിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. കൈകെട്ടി ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റക്അത്തിൽ കിടക്കുമ്പോ ശത്രുക്കൾ വന്ന് തല വെട്ടിയെടുത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്. കുന്തത്തിൽ കുത്തി എന്നാണ്. മഹദിയായ ഷഹർബാൻ ഇത് കണ്ട് ഓടി വന്നു. സുബ്ഹാനല്ലാഹ്. അവരെല്ലാവരെയും സുബ്ഹാനല്ലാഹ് അവരിങ്ങനെ ഓടി വന്നപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉ മിൻ റബ്ബിഹിം യുർസഖൂൻ. അവർ മരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ അടുക്കൽ എന്നും ജീവിച്ചിരിക്കുന്നവരാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ളവരെ, സ്ത്രീകൾ മാത്രം ടെന്റിൽ അവശേഷിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരക്കിടാവാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന പൊന്നുമകൻ പനി പിടിച്ച് ആ ടെന്റിൽ കിടക്കുകയാണ്. ശത്രുക്കൾ ടെന്റ് വളഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാവരെയും കൊന്ന പനിയല്ലേ, ആ മോനെ അങ്ങ് വെറുതെ വിട്ടേക്ക്, അത് അള്ളാഹിന്റെ തീരുമാനമാണ്. അഹ്ലു ബൈത്തിൽ ഒരാളെങ്കിലും ബാക്കിയുണ്ടാകണമെന്ന അള്ളാഹുവിന്റെ തീരുമാനം. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാവാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയെ അവർ പട്ടിൽ പൊതിഞ്ഞ് മദീനയിൽ എത്തിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അത് ജന്നത്തുൽ ബഖയിൽ ഖബറടക്കി. ഇത് മുത്തുനബി തങ്ങളുടെ പൊന്നുമകൻ. വിശാലമായ ചരിത്രമാണ്. ഞാൻ അവിടെ ഇവിടെ മാത്രമേ പറഞ്ഞുള്ളൂ, ഏകദേശ രൂപം. ഇതിന് മുമ്പ് ഒരേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കണമെങ്കിൽ നമ്മുടെ ബദറിൻ തീരം എന്നൊരു ചാനലുണ്ട്, നമ്മുടെ ചാനൽ തന്നെ. ആ ചാനലിൽ കർബല യുദ്ധ ചരിത്രം 7 ദിവസം ഞാൻ പാടി പറഞ്ഞിട്ടുണ്ട്, നല്ല പാട്ടിലൂടെ. നിങ്ങൾ ഈ ചാനലിന്റെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ബദറിൻ തീരം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കർബല യുദ്ധ ചരിത്രം ഏതാണെന്ന് കേൾക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ചരിത്രം നിങ്ങൾ കേൾക്കിൻ. വിശാലമായി പാടി പറയുന്നുണ്ട്. ഇത് സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ വേഗത്തിൽ ആ വഫാത്ത് മാത്രം പറഞ്ഞു പോയതാണ്. ഈ മുഹറം 10 അന്നാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്, ഷഹീദായത്. അള്ളാഹു മഹാനുഭാവനോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആരക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ ഓരോ ചരിത്രങ്ങൾ പാടി പറയാനുണ്ട്, അത് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നല്ല നല്ല വീഡിയോകൾക്കായി ഇൻഷാ അല്ലാഹ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതോടൊപ്പം ഇതുപോലെയുള്ള ചരിത്രങ്ങൾ വിശാലമായി കേൾക്കണമെങ്കിൽ ബദറിൻ തീരം എന്ന ചാനൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന രാത്രി മജ്ലിസാണ് ബദറിൻ തീരം. അൽഹംദുലില്ലാഹ്. ഈ ചാനൽ വീഡിയോ മാത്രമേ വരുന്നുള്ളൂ. ബദറിൻ തീരത്തിൽ ലൈവാണ്, അതിൽ വീഡിയോ ഇല്ല, ലൈവ് മാത്രമാണ്. രാത്രി 9 മണിയാകുമ്പോൾ മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറുമായി 1.5 മണിക്കൂർ ആയിരക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്ന മജ്ലിസ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.